ഈ വീഡിയോ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ബേബിയുടെ പെട്ടി പാക്ക് ചെയ്യണം. അപ്പോൾ അവൻ്റെ പെട്ടി പാക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ ഓർത്തു അവൻ്റെ വാർഡ്രോബ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നാട്ടിൽ കൊണ്ടുപോകേണ്ടത് ഒക്കെ ഞാൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് അവന് നാട്ടിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നോക്കാം. ഇത് ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഇതുവരെ അവൻ ഉണ്ടായ പിന്നെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കേട്ടോ അവന്റെ വാർഡ്രോബ്. ഇപ്പോൾ അവൻ ഡേ കെയറിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇന്നർ ബനിയനൊക്കെ വേണം. അവിടെ ചെന്നിട്ടാണെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ യൂഷ്വലി ഇന്നർ ബനിയൻ അവന് ഉള്ളിൽ ഇടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അവൻ ഡേ കെയറിൽ ഇടുന്ന ഇന്നർ ബനിയൻ സെറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ബേബിയുടെ ഓണക്കോടിയാണ്. ഇത് അവന്റെ സനുവാൻറ്റി അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ഇത് എൻ്റെ മമ്മി അവന് ഓണക്കോടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അവന് ഈ വർഷം 2 ഓണക്കോടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സെക്ഷനിലാണെങ്കിൽ അവൻ്റെ മസ്ലിൻ ക്ലോത്ത്, സോക്സ്, ബിബ്, നിക്കർ, പാൻസ് അതെല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുവാണേ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ ഞാനില്ലെങ്കിലും വേറൊരാൾക്കാണെങ്കിലും ലൈക്ക് എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നൈനി ചേച്ചിക്കൊക്കെ ആണെങ്കിലും അവനെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് വിസിബിളായിട്ട് കാണാൻ മാത്രം ഞാൻ ഹാങ് ചെയ്തിട്ടേക്കുവാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ഇത് അവൻ്റെ നാപ്പി ചേഞ്ചിങ് ടേബിളാണ് കേട്ടോ. ഇവിടെ അവൻ്റെ അത്യാവശ്യം ക്രീം, ഓയില്, പിന്നെ നാപ്പീസ്. ഇത് അവൻ്റെ സ്യൂഡോ ക്രീമാണ്. ഇടയ്ക്ക് റാഷസൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഈ ക്രോക്സ് ഇല്ലേ, ഈ ക്രോക്സ് അബിത ആൻറ്റിയും മിഞ്ചു ആൻറ്റിയും കൂടി അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. അവന് പാകമല്ലായിരുന്നു കേട്ടോ. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇത് അവൻ്റെ ചെരുപ്പിൻ്റെ സെക്ഷനാണ്. ഇതിനകത്തും ചിലതൊന്നും ഇപ്പോൾ അവന് പാകമല്ല കേട്ടോ. സൈസ് മാറിയിട്ടുണ്ട് അവൻ്റെ. ഈ ലൈറ്റ് തെളിയുന്നതൊക്കെ ജസ്റ്റ് പാകമായിട്ട് വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സൈസ് നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ നൈറ്റ് ഡ്രസ്സ് വെച്ചേക്കുന്നുണ്ട് രാത്രി ഇടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്തായാലും നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡ്രസ്സ് അവൻ്റെ എടുക്കുന്നുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് എപ്പോൾ വാങ്ങിക്കാൻ പോകാൻ ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പെയറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി പാൻറ്റൊന്നും തപ്പി നടക്കണ്ട, അങ്ങനെ തന്നെ എടുത്ത് വെക്കാം. അപ്പം ഞാൻ നിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പോൾ സജഷൻ ചോദിക്കുവാണ് കേട്ടോ, ഏതൊക്കെ കൊണ്ടുപോകണ്ടേ, ഏതൊക്കെ ഇഷ്ടമായെന്നൊക്കെ. ഇതെല്ലാം കൊണ്ടുപോകണമെന്ന് ഞാൻ ചോദിക്കണേ. ഇതെല്ലാം അവരിട്ട് തീരുവോ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് അവന് ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല. അങ്ങനെ 2-3 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് പാക്ക് ചെയ്തു കേട്ടോ. പക്ഷേ ഇതിനകത്ത് പെട്ടിക്കകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ടോയ്സൊക്കെ ഞാൻ വേറെ സെക്ഷനിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അവൻ്റെ മിൽക്കിൻ്റെ പൗഡറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേറെ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.